ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ കർണാടക രാഷ്ട്രീയം വളരെ ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നവംബർ 20-നാണ് 2.5 വർഷം സിദ്ധരാമയ്യ സർക്കാർ പൂർത്തിയാകുന്നത്. ഈ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ പകുതി കാലം മുഖ്യമന്ത്രിയാവും എന്ന ധാരണയോടെയായിരുന്നു അധികാരമേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ധാരണ പാർട്ടിക്കുള്ളിലുള്ള ഒരു ധാരണയായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഏകദേശം നവംബർ 20-ന് 2.5 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ അവസരത്തിൽ അധികാര കൈമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അത് പാർട്ടിക്കുള്ളിലെ നീക്കങ്ങളൊക്കെ DK ശിവകുമാർ വർഷവും നടത്തുന്നുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA-മാർ അതുമായി ബന്ധപ്പെട്ട് AICC ആസ്ഥാനത്തും കോൺഗ്രസ് പ്രസിഡന്റുമായും ഒക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും 2.5 വർഷക്കാലം DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാവാൻ സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നവംബർ 20-ന് 2.5 വർഷം പൂർത്തിയായിരിക്കുന്ന സിദ്ധരാമയ്യ സർക്കാർ പകുതി കാലം DK ശിവകുമാർ മുഖ്യമന്ത്രിയാവണം എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാരൊക്കെ ആവശ്യപ്പെടുന്നത്. അത് മുൻധാരണ പ്രകാരമാണ് എന്ന ഒരു ചർച്ച കൂടി ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. മുൻധാരണ പാർട്ടിക്കുള്ളിലുള്ള ഒരു മുൻധാരണ പ്രകാരമാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായതും തുടർന്ന് 2.5 വർഷക്കാലം DK ശിവകുമാർ മുഖ്യമന്ത്രിയാവണം എന്നാണ് ധാരണ എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും DK ശിവകുമാർ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഡൽഹി വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. DK ശിവകുമാർ 29-ന് ഡൽഹിയിലെത്തും. അത് മുൻ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാനും ഒക്കെയായിരുന്നു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ DK ശിവകുമാറിന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാത്തിരിക്കൂ, ഞാൻ വിളിക്കാം എന്ന ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കൂട്ടി വായിക്കാനുള്ളത്. ഏതായാലും DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാവാൻ സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 2.5 വർഷം പൂർത്തീകരിക്കുന്ന സിദ്ധരാമയ്യ സർക്കാരിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് കോൺഗ്രസ് നേതൃത്വവുമായും ഒക്കെ കൂടിക്കാഴ്ചകളൊക്കെ നടത്തി വരുന്നു. DK ശിവകുമാർ 29-ന് ഡൽഹിയിലെത്തും. തുടർന്ന് കർണാടകയിൽ ഒരു നേതൃമാറ്റം സംഭവിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി മാറും ഉടനെ തന്നെ എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് ഊഹിച്ചെടുക്കുവാനുള്ളത്. DK ശിവകുമാർ അദ്ദേഹം ഇലക്ഷൻ ടൈമുകളിലൊക്കെ വളരെ ജാഗ്രതയോടെ തന്നെ മുന്നേറിയ ഒരു നേതാവാണ്. അദ്ദേഹം കർണാടകയുടെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. 2.5 വർഷം പിന്നിട്ടിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. ഇനിയുള്ള 2.5 വർഷക്കാലം, അത് നവംബർ 20-ന് പിന്നിട്ടിരിക്കുകയാണ്. ഇനിയുള്ള 2.5 വർഷക്കാലം DK ശിവകുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെയാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട DK ശിവകുമാർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചിട്ടുണ്ട് എന്നും വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ മറുപടി അദ്ദേഹം ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാത്തിരിക്കൂ, ഞാൻ തിരിച്ചു പിടിക്കാം എന്ന ഒരു മെസ്സേജ് അദ്ദേഹം നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ DK ശിവകുമാർ വർഷം ഇത് വളരെ പോസിറ്റീവായ ഒരു ന്യൂസ് ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായും സിദ്ധരാമയ്യ 2.5 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം അധികാരം വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്ന് ഇനി AICC ആയിരിക്കും തീരുമാനിക്കുക തീർച്ചയായും. അപ്പോൾ ഏതായാലും DK ശിവകുമാർ ഇനിയുള്ള 2.5 വർഷക്കാലം കർണാടകയുടെ മുഖ്യമന്ത്രിയായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏകദേശം അതുമായി ധാരണകളിലൊക്കെ
എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹം ഏതായാലും നവംബർ 20 2.5 വർഷം പിന്നിട്ടിരിക്കുന്ന കർണാടക മന്ത്രിസഭ ഇനിയുള്ള കാലം DK ആയിരിക്കും കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഡൽഹിയിൽ AICC ആസ്ഥാനത്തൊക്കെ ചർച്ചകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത കർണാടകയുടെ മുഖ്യമന്ത്രിയാവുക എന്നാണ് അത് DKയുമായി ബന്ധപ്പെട്ട MLA-മാരുടെയൊക്കെ വിശദീകരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ സഫലീകരിക്കും എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കുവാനുള്ളത്. അപ്പോൾ DK ശിവകുമാർ കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ഉടനെ എത്തും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.